ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ശബരിമലയിലെ വിശേഷാൽ ചടങ്ങായ പടിപൂജ വഴിപാട് അനുവദിക്കുന്നതിൽ ഉൾപ്പെടെ അഴിമതിയും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് പടിപൂജ മറിച്ചുവിറ്റ് ഇടനിലക്കാർ കാശ് തട്ടുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സന്നിധാനത്തെ ഏറ്റവും ചെലവേറിയ പൂജയാണ് പടിപൂജ. പടിപൂജയുടെ പേരിലും തട്ടിപ്പ് നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പടിപൂജ ബുക്ക് ചെയ്തവർ എത്താത്ത സ്ലോട്ടുകളാണ് ദേവസ്വം ജീവനക്കാരും ഇടനിലക്കാരും ചേർന്ന് വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. പടിപൂജയ്ക്ക് 1,37,900 രൂപ ദേവസ്വത്തിൽ അടച്ച് ബുക്ക് ചെയ്യണം. ഈ തീർത്ഥാടന കാലത്ത് ബുക്ക് ചെയ്താൽ 15 വർഷത്തിന് ശേഷമാണ്, അതായത് 2040-41 കാലഘട്ടത്തിലാണ് അവസരം ലഭിക്കുക. ബുക്ക് ചെയ്യുമ്പോൾ മുഴുവൻ തുകയും അടയ്ക്കണം. നേരത്തെ അവസരം കിട്ടുമോ എന്ന് അന്വേഷിച്ചെത്തുന്നവരും ഏറെയാണ്. ബുക്ക് ചെയ്തവർക്ക് 6 മാസം മുൻപ് തീയതി നിശ്ചയിച്ച് ബോർഡ് നോട്ടീസ് നൽകാറുണ്ട്. ഈ തീയതിയിൽ എത്താൻ കഴിയാത്തവരുടെ പടിപൂജ 4 ഇരട്ടിയും 10 ഇരട്ടിയും വരെയൊക്കെ തുകയ്ക്ക് മറിച്ചു വിൽക്കുന്ന ഇടനിലക്കാർ പ്രവർത്തിക്കുന്നു എന്നതാണ് രഹസ്യവിവരം. പടിപൂജ നടത്താൻ കുറഞ്ഞത് 3 ലക്ഷം രൂപയാണ് ചിലവാകുക. വലിയ അലങ്കാരത്തോടെയാണ് നടക്കുന്നതെങ്കിൽ 10 ലക്ഷം രൂപ ചിലവാകും. ആവശ്യമായ പൂജാവസ്തുക്കൾ വഴിപാടുകാർ വാങ്ങി നൽകണം എന്നാണ്. പട്ടുവിരിച്ച് 18 പടിയിലും ഒരുക്കുകൾ വെക്കും. തന്ത്രി മുതൽ എല്ലാവർക്കും വസ്ത്രങ്ങളും ദക്ഷിണയും കരുതണം. വൈകിട്ട് ദീപാരാധന കഴിഞ്ഞിട്ടാണ് 1 മണിക്കൂർ നീളുന്ന പടിപൂജ ഉണ്ടാകുന്നത്. മാസപൂജയ്ക്ക് 5 ദിവസമാണ് പടിപൂജ ഉള്ളത്. പടിപൂജ സമയത്ത് 18-ാം പടി കയറാൻ സാധിക്കാത്തതിനാൽ തീർത്ഥാടന കാലത്ത് തിരക്ക് പരിഗണിച്ച് പടിപൂജ ഒഴിവാക്കാറുണ്ട്. ഇത്രമാത്രം വിശിഷ്ടമായ ഒരു പടിപൂജയാണ് ഇപ്പോൾ ഇടനിലക്കാർ, ബിനാമികൾ, ഇവിടെ ദേവസ്വം ബോർഡിന്റെ ഏജന്റുമാരുടെയൊക്കെ ഒത്താശയോടെ ഇത്തരത്തിലൊരു വലിയ ക്രമക്കേട് കാണിച്ചിരിക്കുന്നത്. വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായി. ആചാരങ്ങളിൽ ഇടപെട്ട രീതികളിലും ക്രമക്കേടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ശബരിമലയിലെ 18 തരം പൂജകൾ, 39 തരം വഴിപാടുകൾ എന്നിവ പരാമർശിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും അവരുടെ ഏജന്റുമാരുടെയും ഒത്താശയോടെ ക്ഷേത്രവുമായി വ്യാപക ക്രമക്കേടുകൾ നടക്കുകയാണ്. ഇവ തടയാൻ സുസ്ഥിരവും കൃത്യവുമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇന്റലിജൻസ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷാൽ പൂജകളുടെ സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് ജീവനക്കാരും അവരുടെ ബിനാമികളും കൈക്കലാക്കുന്നു. പിന്നീട് ഉയർന്ന തുക ഈടാക്കി ഭക്തർക്ക് വിൽക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് പടിപൂജയാണ്. നമുക്കറിയാം 1.37 ലക്ഷം രൂപയാണ് പടിപൂജയുടെ ഔദ്യോഗിക നിരക്ക്. എന്നാൽ 10 ഇരട്ടി വരെ ഇടനിലക്കാർ അധികമായി ഈടാക്കി ഇവിടെ പടിപൂജ മറിച്ചു വിൽക്കുന്നു എന്നാണ് വിവരങ്ങൾ. തട്ടിപ്പ് മറച്ചു വെക്കാൻ രേഖകളിൽ കൃത്രിമം കാണിക്കുന്ന നിലയും വ്യാപകമാണ്. വഴിപാടുകൾക്കും ചടങ്ങുകൾക്കും പണം നൽകിയ യഥാർത്ഥ ഭക്തരുടെ പേരുകൾ TDB രേഖകളിൽ കാണുന്നില്ല എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ പടിപൂജ ബുക്ക് ചെയ്തവരിൽ പലരും ചടങ്ങ് നടത്തിയിട്ടില്ല. ഇത്തരം സ്ലോട്ടുകൾ മറിച്ചു വിൽക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. തങ്കാങ്കി ചാർത്ത, അഷ്ടാഭിഷേകം, സഹസ്രകലശം, ഉദയാസ്തമയ പൂജ, പുഷ്പാഭിഷേകം, കലശാഭിഷേകം തുടങ്ങിയ വഴിപാടുകളിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്കാങ്കി ചാർത്ത, അഷ്ടാഭിഷേകം എന്നിവയ്ക്ക് 2035 വരെയും സഹസ്ര കലശത്തിന് 2030 വരെയും സ്ലോട്ടുകൾ ഒഴിവില്ല എന്നിരിക്കെയാണ് ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. സന്നിധാനത്ത് മുറികൾ അനുവദിക്കുന്നതിലും വലിയ തോതിലുള്ള ക്രമക്കേടുകളുണ്ട്. ദേവസ്വം ഗാർഡുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും VIP ശൈലിയിലുള്ള ദർശനം സുഗമമാക്കുന്നതിന് സമ്പന്നരായ ഭക്തരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചു എന്നും റിപ്പോർട്ട് പറയുന്നു. ശബരിമലയിലെ താൽക്കാലിക നിയമനങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തണം എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു ആവശ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി താൽക്കാലിക നിയമനങ്ങൾ ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രീമിയം താമസ സൗകര്യം, ദർശനം, പൂജാ സ്ലോട്ടുകൾ എന്നിവ ക്രമീകരിച്ച് ട്രാവൽ ഓപ്പറേറ്റർമാരുടെ ഏജന്റുമാരായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്ഷേത്രത്തിലെ ആടിയ നെയ് വിൽപ്പനയിലെ ക്രമക്കേടിന് സമാനമായി ക്ഷേത്രത്തിലെ പല ടെൻഡർ നടപടിക്രമങ്ങളിലും അഴിമതി ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ അന്നദാനത്തെക്കുറിച്ചും ഇന്റലിജൻസ് റിപ്പോർട്ട് ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നു. അന്നദാനത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.